ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിലെത്തിയ ഹാജിമാരുടെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള മടക്കയാത്ര പൂർത്തിയായി. ഇതോടെ മാസങ്ങൾ നീണ്ടുനിന്ന ജിദ്ദ എയർപോർട്ടിലെ ഹജ്ജ് സർവീസുകൾക്കാണ് സമാപനമായത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിലെത്തിയ ഹാജിമാരുടെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള അവസാന സംഘം ഇന്ന് പുലർച്ചെ നാട്ടിലേക്ക് തിരിച്ചു. 123 ഹാജിമാരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. സൗദി ഗവൺമെന്റ്, ഇന്ത്യൻ എംബസി, KMCC അടക്കമുള്ള വിവിധ മലയാളി സന്നദ്ധ പ്രവർത്തകർക്ക് അവരുടെ മഹത്തായ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഹാജിമാർ നാട്ടിലേക്ക് പുറപ്പെട്ടത്. सऊदी गवर्नमेंट का और इंडियन गवर्नमेंट ने भी अच्छा इंतजाम रखा है यहाँ पे हमारे लिए. करता हूँ कि KMCC वालों को जजाए खैर दे, इनकी उम्रों में बरकत दे. ഹാജിമാരുടെ പുണ്യയാത്രയിലുടനീളം ജിദ്ദ എയർപോർട്ടിലും പുണ്യസ്ഥലങ്ങളിലും തണലാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ജിദ്ദ KMCC ഹജ്ജ് വോളണ്ടിയർമാർ കഴിഞ്ഞ ഏപ്രിൽ 30 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജിദ്ദയിലെത്തിയത് മുതൽ KMCC ഹജ്ജ് വോളണ്ടിയർ വിങ്ങിന്റെ എയർപോർട്ട് സേവനം സജീവമായിരുന്നു. ജിദ്ദ KMCCയുടെ വോളണ്ടിയേഴ്സ് അടക്കമുള്ള വിവിധ സംഘടനാ പ്രവർത്തകർ ഇവിടെ 24 മണിക്കൂറും സേവന സന്നദ്ധരായി വർക്ക് ചെയ്യുകയായിരുന്നു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 120ഓളം വോളണ്ടിയർമാരാണ് ജിദ്ദ എയർപോർട്ട് വിങ്ങിനായി മാത്രം നിയോഗിച്ചിരുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നുള്ള പ്രത്യേക അനുമതി പത്രം മുഖേനയായിരുന്നു വോളണ്ടിയർമാരുടെ പ്രവർത്തനം. ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ സാബിൽ മമ്പാട്, മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട്, ലത്തീഫ് വയനാട്, സലീന കുലൈസ്, എയർപോർട്ട് വോളണ്ടിയർ വിങ്ങിലെ മൂസ പാണ്ടിക്കാട്, ജബ്ബാർ മാടാലൻ തുടങ്ങിയവർ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. Celebrating 40 years of trust and legacy, Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman. Hyper Al Wafa Saudi Arabia ഇപ്പോൾ മക്കയിലും.